വയനാട് ദുരന്തം നടന്നിട്ട് ഇന്ന് ഒരു മാസം. അർഹരായ പലർക്കും അടിയന്തര സഹായം ലഭിച്ചില്ലെന്ന് പരാതി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് ഇന്ന് ഒരു മാസം തികയുന്നു. അപ്രതീക്ഷിതമായി എത്തിയ മലവെള്ളപ്പാച്ചിലിൽ സർവ്വവും നഷ്ടമായ ജനതയ്ക്ക് ഇന്നും ആ രാത്രി ഒരു ദുസ്വപ്നം പോലെ തുടരുകയാണ്. ഉരുൾപൊട്ടലിന് പിന്നാലെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടമായ ആയിരക്കണക്കിന് ആളുകൾക്ക് സഹായവുമായി എല്ലാവരും ഒത്തുചേർന്നിരുന്നു. കേരളത്തിന് പുറത്തുനിന്നും ഒട്ടനവധി സഹായങ്ങൾ ദുരിതബാധിതർക്ക് ലഭിച്ചു. എന്നാൽ ദുരന്തം നടന്ന് ഒരു മാസമാകുമ്പോഴും അർഹതപ്പെട്ട പലർക്കും സർക്കാരിന്റെ അടിയന്തര ധനസഹായം ലഭിച്ചില്ലെന്ന് പരാതി ഉയരുന്നുണ്ട്. പ്രായമായവരുൾപ്പെടെ വീടുകളിലുള്ളതിനാൽ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത ബന്ധുവീടുകളിലേക്ക് മാറിയവരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഉരുൾപൊട്ടൽ മൂലം സർവ്വവും നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾക്ക് 10,000 രൂപയാണ് സർക്കാർ അടിയന്തര ധനസഹായമായി നൽകുന്നത്. ഇതിനു പുറമെ ജീവനോപാധി നഷ്ടമായ കുടുംബത്തിലെ 18 വയസ്സ് തികഞ്ഞ 2 പേർക്ക് പ്രതിദിനം 300 രൂപ വീതവും നൽകുന്നുണ്ട്. എന്നാൽ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത് ബന്ധുവീടുകളിലേക്ക് മാറിയവർക്ക് സർക്കാരിൽ നിന്ന് ഒരു സഹായവും ലഭിക്കുന്നില്ലെന്നാണ് പരാതി. അർഹരായ നിരവധി പേർ ഇപ്പോഴും സഹായം ലഭിക്കാതെ പുറത്താണെന്നും ഏകോപന കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്നും ടി സിദ്ദിഖ് MLA ആവശ്യപ്പെട്ടു. സർക്കാർ കണക്കുകൾ പ്രകാരം 231 പേരുടെ ജീവനാണ് ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞത്. 78 പേർ ഇന്നും കാണാമറയത്താണ്. ഉറ്റ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നഷ്ടപ്പെട്ട 3 ഗ്രാമത്തിലുള്ളവർ ദുരന്തമുണ്ടാക്കിയ വേദനകളിലാണ് ഇപ്പോഴും കഴിയുന്നത്. 8 കിലോമീറ്ററോളം ദൂരത്തിൽ പുഞ്ചിരിമറ്റം, മുണ്ടക്കൈ, ചൂരൽമല ഗ്രാമങ്ങളെ ഇല്ലാതാക്കിയാണ് മഹാദുരന്തം കടന്നുപോയത്. ദുരന്തത്തിലകപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോഴും താൽക്കാലിക പുനരധിവാസ കേന്ദ്രങ്ങളിലാണ് കഴിയുന്നത്.